നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്തിനകത്ത് വിദേശികൾ അനധികൃതമായി കുടിയേറുന്നതിനെതിരെ കേന്ദ്ര സർക്കാർ കർശനമായ നടപടികളാണ് നിലവിൽ സ്വീകരിച്ചു വരുന്നത്. ബംഗ്ലാദേശുമായുള്ള നയതന്ത്ര ബന്ധം വഷളായതിനു ശേഷം ഈ നടപടി കേന്ദ്ര സർക്കാർ കൂടുതൽ കടുപ്പിച്ചിട്ടുണ്ട്. അനധികൃതമായി ഏറ്റവും കൂടുതൽ രാജ്യത്തിനകത്ത് കുടിയേറിയിരിക്കുന്നത് ബംഗ്ലാദേശികളാണ്. പശ്ചിമ ബംഗാൾ പോലെയുള്ള ത്രിപുര പോലെയുള്ള അതിർത്തി സംസ്ഥാനങ്ങളിലൂടെ വർഷങ്ങളായി ഇവർ നുഴഞ്ഞു കയറുകയായിരുന്നു ഭാരതത്തിൽ. എന്നാൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഇവർ പിന്നീട് വലിയ വെല്ലുവിളിയായി മാറുകയായിരുന്നു. രാജ്യത്തിന് പുറത്തും അകത്തുമുള്ള ഭീകര സംഘടനകൾ ഇവരെ രാജ്യത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ രാജ്യത്തിനകത്ത് അനധികൃതമായി താമസിക്കുന്ന വിദേശികളെ കണ്ടെത്തി പുറത്താക്കാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ കുറേ വർഷങ്ങളായി ഇന്ത്യൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരുകളും അതിനു വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നിരവധി അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാർ രാജ്യത്തിന് പുറത്തുപോയി. ഇതിൻ്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് എന്ന് സൂചന നൽകുകയാണ് കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ ദിവസം രാജ്യത്തിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസിയായ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ നേതൃത്വത്തിൽ നടന്ന ദ്വിദിന സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസ്ഥാന പോലീസ് മേധാവികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കർശന നിർദ്ദേശം നൽകുകയായിരുന്നു. ഓരോ സംസ്ഥാനത്തും അനധികൃതമായി താമസിക്കുന്ന വിദേശികളെ കണ്ടെത്തണമെന്നും അവരെ നിയമാനുസൃതമായ രീതിയിൽ പുറത്താക്കണമെന്നും നാടുകടത്തണമെന്നുമുള്ള കർശന നിർദ്ദേശമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനു വേണ്ടി ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസ്ഥാനത്തെ പോലീസ് മേധാവികൾക്ക് നൽകിയിരിക്കുന്നത്. 2 ദിവസത്തെ യോഗത്തിൽ എല്ലാ കേന്ദ്ര ഏജൻസികളുടെയും മേധാവിമാരും സംസ്ഥാന പോലീസ് മേധാവിമാരും ഉൾപ്പെടെ 850ഓളം സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് പങ്കെടുക്കുന്നത്. ഈ ഉന്നതതല യോഗത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിർണായകമായ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതായത് രാജ്യത്തിനകത്ത് ഇനിയും അനധികൃത ബംഗ്ലാദേശികൾ ഒട്ടനവധി പേർ താമസിക്കുന്നുണ്ട്. അവരെ കണ്ടെത്തി ഉടൻ പുറത്താക്കുക തന്നെ വേണമെന്ന കർശന നിർദ്ദേശമാണ് പോലീസ് മേധാവികൾക്ക് ആഭ്യന്തരമന്ത്രി നൽകിയിരിക്കുന്നത്. കാരണം അവർ ആഭ്യന്തര സുരക്ഷയ്ക്ക് വൻ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്നു. പുതിയ സാഹചര്യത്തിൽ രാജ്യം വലിയ സുരക്ഷാ വെല്ലുവിളികൾ നേരിടുകയാണ്. ആ വെല്ലുവിളികൾ കൃത്യമായി തന്നെ നേരിടാനായി ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റക്കാരെ രാജ്യത്തിനകത്ത് നിന്നും പുറത്തേക്ക് ചാടിക്കേണ്ടതുണ്ട്. നിരവധി സംസ്ഥാന സർക്കാരുകൾ ഇതുമായി ബന്ധപ്പെട്ട കർശനമായ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള അസം സർക്കാർ നേരത്തെ തന്നെ ബംഗ്ലാദേശികളെ നേരിട്ട് BSFന് കൈമാറുന്ന രീതി അനുവർത്തിച്ചു പോന്നിരുന്നു. ത്രിപുരയിലും BJP സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി അവിടെയും അതുവഴിയുള്ള അനധികൃതമായ കുടിയേറ്റം നിരോധിച്ചു. മാത്രമല്ല താമസിക്കുന്നവരെ പിടിച്ചു പുറത്താക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും അധികം പ്രവർത്തനം ഇപ്പോൾ നടക്കുന്നത് പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിൽ BJP നൽകിയിരുന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു അത്. അതായത് അനധികൃതമായി സംസ്ഥാനത്തേക്ക് പശ്ചിമ ബംഗാളിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലൂടെ നിരവധി ബംഗ്ലാദേശികൾ കടന്നുകൂടുന്നുണ്ട്. ഈ കുടിയേറ്റം അവസാനിപ്പിക്കും. അന്താരാഷ്ട്ര അതിർത്തികൾ വേലികെട്ടി സംരക്ഷിക്കാനായി BSFന് ഏതാണ്ട് 600 ഏക്കർ ഭൂമിയാണ് പശ്ചിമ ബംഗാൾ സർക്കാർ അധികാരത്തിലേറ്റയുടൻ കൈമാറിയത്. തൊട്ടു പിന്നാലെ സംസ്ഥാനത്തിനകത്ത് താമസിക്കുന്ന അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനും അവരെ ഈ അസം സർക്കാർ മോഡലിൽ നേരിട്ട് BSFന് കൈമാറാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുകയായിരുന്നു. അതിൻ്റെ ഭാഗമായി ആയിരക്കണക്കിന് അനധികൃത ബംഗ്ലാദേശികളാണ് രാജ്യത്തിന് പുറത്തുപോയത്. ഇത്തരത്തിൽ മറ്റു സംസ്ഥാനങ്ങളും രാജ്യത്തിനകത്ത് അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശികളെ കണ്ട് പുറത്താക്കണമെന്നാണ് ഇപ്പോൾ അമിത്ഷായുടെ നിർദ്ദേശം. ഇതിനായി കേന്ദ്ര ഏജൻസികളുടെ ഉൾപ്പെടെയുള്ള സഹായം ലഭ്യമാക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ തമ്മിൽ മികച്ച ഏകോപനമുണ്ട്. കേന്ദ്ര ഏജൻസികൾ മാത്രമല്ല സംസ്ഥാനത്തെ ഭീകരവിരുദ്ധ വിഭാഗങ്ങളും പോലീസ് സേനയുമെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് മികച്ച സഹകരണം ഉറപ്പുവരുത്തുന്നുണ്ട്. ജമ്മു കാശ്മീർ മുതൽ കേരളം വരെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ ഏകോപനം യാഥാർത്ഥ്യമാക്കാനാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏറെക്കുറെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തിനെതിരായി ആസൂത്രണം ചെയ്യപ്പെട്ട ഭീകരാക്രമണങ്ങളിൽ പലതും തകർന്നുപോയത് ഈ ഏകോപനം കൊണ്ടാണ്. കേന്ദ്ര ഏജൻസികൾ കൃത്യമായ സമയത്ത് സംസ്ഥാന ഏജൻസികൾക്ക് വിവരങ്ങൾ കൈമാറുന്നു. ഈ ഏകോപനം സംസ്ഥാന തലത്തിലും നടപ്പിലാക്കണമെന്ന നിർദ്ദേശവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനത്തെ പോലീസ് മേധാവികൾക്ക് ഇത്തരമൊരു നിർദ്ദേശം നൽകുമ്പോൾ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുന്നു എന്ന് തന്നെയാണ് സൂചന. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അനധികൃതമായി രാജ്യത്തിനകത്ത് താമസിക്കുന്ന വിദേശികളെ ഉടൻ പുറത്താക്കാനുള്ള നടപടിക്രമങ്ങൾ ഓരോ സംസ്ഥാനവും സ്വീകരിക്കാനുള്ള സാധ്യതയുമേറുന്നു.